ഇത് സുകുമാരക്കുറുപ്പ്, കേരളം കണ്ട ഏറ്റവും സെൻസേഷണലായ കൊലപാതകത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ. ആ ഭീകരതയിൽ കൊല്ലപ്പെട്ടുപോയ ചാക്കോ. കൊല്ലം തേനി നാഷണൽ ഹൈവേ 183. ഇതിൻ്റെ പരിസരത്താണ് കുറുപ്പും 3 അധമന്മാരും കൂടി ചേർന്ന് അത് നടപ്പിലാക്കിയത്. ഇന്നും ഈ നാട് ഒന്നും മറന്നിട്ടില്ല. ഇത് NH 183 കൊച്ചാലമ്മൂട് ജംഗ്ഷൻ. സുകുമാരക്കുറുപ്പ് അടുത്തുള്ള കുമാരി തിയേറ്ററിൽ നിന്ന് സെക്കൻഡ് ഷോ കണ്ടിട്ട് ഇവിടെ കാത്തുനിന്നു. ഭാസ്കരപിള്ള, പൊന്നപ്പൻ, ഷാഹുൽ എന്ന ഷാഹു, ആ 3 അധവന്മാർ മദ്യത്തിൽ വിഷവും നൽകി കഴുത്തിൽ തോർത്തു മുറുക്കി ചാക്കോയെ കൊന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. അവർ ഒരുമിച്ച് മുൻകൂട്ടി കണ്ടുറപ്പിച്ച വിജന സ്ഥലത്തേക്ക് യാത്രയായി. അച്ചൻകോവിലാറിന്റെ കരയിലൂടെ അച്ചൻകോവിലാറിനെ സാക്ഷിയാക്കി. KL7 7831 ആ കറുത്ത അംബാസഡർ കാറിന്റെ മരണയോട്ടം അവസാനിച്ചത് മാവേലിക്കര കുന്നം റോഡിലെ ഈ പാടത്താണ്. അകലെയുള്ള ഒരു വീടൊഴിച്ചാൽ പരിസരത്തെങ്ങും ജനവാസമേയില്ല. ചാക്കോയുടെ ശരീരം ഡ്രൈവിംഗ് സീറ്റിലിരുത്തി കാർ ഇവിടേക്ക് അവർ തള്ളിയിറക്കി. ശേഷം പെട്രോൾ ഒഴിച്ച് ചാക്കോ ഇവിടെ ഇരുന്ന് കത്തിയമർന്നു. ചാക്കോയുടെ ചില സാധനങ്ങൾ കുറുപ്പും സംഘവും ഈ പാലച്ചുവട്ടിൽ ഒളിപ്പിച്ചു. ശേഷം അവർ അച്ചൻകോവിലാർ കടന്ന് യാത്രയായി. വർഷം 40 കഴിഞ്ഞു. ഇന്ന് ഈ പ്രദേശം ചാക്കോപ്പാടം എന്നറിയപ്പെടുന്നു. ഇവിടം കാണാൻ ആളുകൾ എത്തുന്നു. തണലത്തെ കരിക്കും കുടിച്ച് കുറുപ്പിൻ്റെയും ചാക്കോയുടെയും വിസ്മയ കഥ പറയുന്നു ജനം. ഇത് ശാന്തമ്മ, ചാക്കോയുടെ വിധവ. കടുത്ത അനുഭവത്തിൻ്റെ വിറങ്ങലിച്ച മുഖസാക്ഷി പാവം സ്ത്രീ. സുകുമാരക്കുറുപ്പ്, ഭാസ്കരപിള്ള, പൊന്നപ്പൻ, ഷാഹു. ഇവരിൽ മൺമറഞ്ഞു പോയവരും പോകാത്തവരും പോയോ എന്ന് അറിയാത്തവരുമുണ്ട്. എന്നെങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ ഒരു ഖേദം, ഒരു തുള്ളി കണ്ണുനീർ ഇവർ പൊഴിച്ചിട്ടുണ്ടാകുമോ? ചാക്കോയ്ക്ക് കണ്ണീർ പ്രണാമം.